ഉച്ചയ്ക്കത്തെ ആഹാരമാട്ടോ. ലഞ്ച് കഴിക്കാൻ പോവാം. ഇന്ന് ചോറുണ്ട്, തക്കാളിക്കറിയുണ്ട്, ബീട്രൂട്ട് മെഴുക്കുവരട്ടിയുണ്ട്. ഇന്നലത്തെ മീനാട്ടോ. ഞങ്ങൾക്ക് ഒരു ദിവസം കൊണ്ടൊന്നും തീരത്തില്ല. ഞങ്ങൾ രണ്ടാളെ വീട്ടിലുള്ളൂ. 2 മക്കളും കുഞ്ഞുമൊക്കെയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടാൾക്കും വയ്ക്കുന്നതുകൊണ്ട് മീൻ കറി പിറ്റേ ദിവസവും ഇരിക്കും. അതുകൊണ്ട് ഇന്നലത്തെ മാന്തൽ കറിയാണ് ഉള്ളത്, മാങ്ങയിട്ട് വെച്ചത്. ചീത്തയാവത്തില്ല കേട്ടോ. ഞങ്ങൾ ഫ്രിഡ്ജിലൊന്നും വെക്കത്തില്ല. കഴിച്ചു നോക്കട്ടെ, കൊള്ളാവോന്ന് ചോദിച്ചു കൊള്ളാമെന്ന് തന്നെ എല്ലാം പറയുമെന്ന് വിചാരിക്കും. കൊള്ളാമെങ്കിലേ ഞാൻ കൊള്ളാമെന്ന് പറയത്തുള്ളൂ കേട്ടാ. ഫുഡ് ആസ്വദിച്ച് കഴിക്കാൻ എനിക്കിഷ്ടമാണ്. ഞാൻ ഫുഡ് കഴിക്കുന്ന ആളാണ്. പക്ഷെ ഒത്തിരി കഴിക്കത്തില്ല. വണ്ണം ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ആഹാരം കഴിക്കും. അപ്പോൾ കഴിച്ചു നോക്കട്ടെ. കറിവെള്ളം മീൻ മാന്തൽ വെച്ച് മെഴുക്കുവരട്ടിയും വെച്ച് കഴിച്ചു നോക്കട്ടെ. സൂപ്പറായിരിക്കണം. എപ്പോഴും സൂപ്പർ എന്ന് പറയുന്നതല്ല, കൊള്ളാവുന്ന തന്നെ. ബീട്രൂട്ട് മെഴുക്ക് വരട്ടുന്നത് ഞാനൊരു പ്രത്യേക രീതിയിലാണ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ പറഞ്ഞു തരാം. ഞാൻ ആദ്യം ബീട്രൂട്ട് അരിഞ്ഞ് വേവിക്കും. എന്നിട്ട് രണ്ടാമത് ആ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ വഴറ്റി മുളക് പൊടിയൊക്കെ ഇട്ട് രണ്ടാമത് ചെയ്യുന്നതായത്. അപ്പം മെഴുക്കുവരട്ടി നന്നായിരിക്കും. ഇച്ചിരി വെളുത്തുള്ളിയും കൂടെ എണ്ണയിൽ മൂപ്പിച്ചിട്ടാൽ ബീട്രൂട്ട് മെഴുക്കുവരട്ടി സൂപ്പറായിരിക്കും. അങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ചെറുപയറിനും അതെ, ചെറുപയർ മെഴുക്കുവരട്ടി വെച്ചാലും അങ്ങനെ ചെയ്യണം. ഇച്ചിരി വെളുത്തുള്ളി നല്ല ടേസ്റ്റായിരിക്കും. ഓക്കെ, കൂടുതൽ ബോറടിപ്പിക്കുന്നില്ല ആരെയും. ഓക്കെ, ബായ്. പിന്നെ കാണാം നാളെ രാവിലെ കേട്ടാ. നാളെ രാവിലെ കാണാം. ബൈ 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 ബൈ. സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഫോളോ ചെയ്യണേ. ഞാൻ യൂട്യൂബിൽ നിന്ന് വാട്സാപ്പിലും അല്ല ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഇട്ടിട്ടുണ്ട് കേട്ടോ. അതും ഒന്ന് നോക്കണേ. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ, ഫോളോ ചെയ്യണേ. ഓക്കെ, സ്നേഹത്തോടെ ബായ്.